ഒരു ഹോമിയോപ്പതി ഡോക്ടറായ ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംശയമാണ്, ഡോക്ടറെ മോന് കഴിഞ്ഞ വർഷം ഒരു 8-10 തവണയിലും ടോൺസിലൈറ്റിസ് വന്നു. ലാസ്റ്റ് ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞത് ഇനി ഇതിൻ്റെ പരിഹാരം സർജറി ആണെന്നാണ്. സർജറി ഇല്ലാതെ ഇതിനെ ഹോമിയോപ്പതിയിലൂടെ മാറ്റാൻ പറ്റുമോ? തീർച്ചയായും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയം. ഹായ്, ഞാൻ ഡോക്ടർ സനീറ, ഹോമിയോപ്പതി കൺസൾട്ടൻ്റാണ്. ഞാൻ നോർത്ത് പറവൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കുട്ടികളിലെ ടോൺസിലൈറ്റിസ് ഇത് എന്തുകൊണ്ട് വരുന്നു? എല്ലാ കേസുകളിലും സർജറിയുടെ ആവശ്യമുണ്ടോ? ഹോമിയോപ്പതിയിലൂടെ ഇതിന് പരിഹാരം അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ റോള് ഇതിലെന്താണെന്ന് നോക്കാം. ടോൺസിൽസ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ എല്ലാവരുടെയും തൊണ്ടയിൽ വായും തൊണ്ടയും ചേരുന്ന ഭാഗത്ത് കുറുനാക്കിൻ്റെ 2 വശത്തായിട്ട് ഇരിക്കുന്ന ഡിസ്ക് ഷേപ്പിലുള്ള 2 ചെറിയ ലിംഫാറ്റിക് ഗ്ലാൻസ്. ഇതിനെ ആക്ച്വലി ശരീരത്തിലെ പടയാളികൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് വിളിക്കാം. കാരണം നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും കയറുന്ന വൈറസ്, ബാക്ടീരിയ ഇങ്ങനെയുള്ള എല്ലാ രോഗാണുക്കളെയും ആ തുടക്കത്തിൽ തന്നെ പിടിച്ച് പുറത്താക്കുന്ന പടയാളികളാണിവർ. 2 ടൈപ്പ് ടോൺസിൽസ് ഉണ്ട്. ഈ തൊണ്ടയിൽ കാണുന്നതിനെ പാലറ്റൈൻ ടോൺസിൽസ് എന്ന് വിളിക്കാം. നാക്കിൻ്റെ അടിവശത്തായിട്ട് ലിംഗ്വൽ ടോൺസിൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പും ഉണ്ട്. ടോൺസിൽസിൻ്റെ മേജർ ഫംഗ്ഷന് രോഗപ്രതിരോധ ശേഷിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഇഫക്റ്റീവായി വർക്ക് ചെയ്യാത്തത്? ആക്ച്വലി കുട്ടികളിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പായി വരുന്നല്ലേ ഉള്ളൂ, ഗ്രാജുവലി. അപ്പോൾ ഒരു ഓവർ ആക്റ്റീവ് സ്റ്റേജിലാണ് ഈ ഗ്ലാൻസ് ഉള്ളത്. കാരണം പൊതുവായി കുട്ടികളിലെ തൊണ്ടയുടെ വലിപ്പം ചെറുതും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്ലാൻസ് കുറച്ച് വലിപ്പം ഉള്ളതാണ്. നമ്മൾ പാർക്കിലോ അല്ലെ ഡേ കെയറിലോ ഒക്കെ കളിക്കുമ്പോൾ മിക്കവാറും അവരെ ഹൈജീൻ ഹാബിറ്റ്സ് കുറച്ച് കുറവാണല്ലോ. കൈ ശരിക്കും കഴുകുന്നുണ്ടാവില്ല, വായ വൃത്തിയാക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ടോൺസിൽസ് റിപ്പീറ്റഡ്ലി ഈ പറയുന്ന വൈറസ്, ബാക്ടീരിയ ഇതായിട്ടൊക്കെ പൊരുതിക്കൊണ്ട് ഓവർ വർക്ക്ഡ് ആയിട്ട്, അതായത് ഓവർ സ്ട്രെയിൻഡ് ആയിട്ട് ലിംഫാറ്റിക് ഗ്ലാൻസിന് വീക്കം വരികയാണ്. അങ്ങനെയാണ് കുട്ടികളിൽ ഇൻഫെക്ഷൻ റിപ്പീറ്റഡ്ലി വരുന്നത്. കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് തിരിച്ചറിയാം? നമ്മൾ ത്രോട്ടിൽ ഒരു ടോർച്ച് വെച്ചിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ടോൺസിൽസ് സാധാരണ കാണുന്ന ആ ചെറിയ പിങ്ക് അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നല്ല ചുവന്ന് വലുതായിരിക്കുന്നത് കാണാം. ടോൺസിൽസിൽ ചെറുതായി മടക്കുകളുണ്ട്, ഒരു 10-14 മടക്കുകൾ ഉണ്ടാവും. ഇതിനെ ക്രിപ്സ് എന്നാണ് വിളിക്കുക. ഈ ക്രിപ്സിലെല്ലാം പഴുപ്പ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും. പിന്നെ ചിലരിൽ ടോൺസിൽസിനെ ഇങ്ങനെ കവർ ചെയ്ത് പൊതിഞ്ഞുകൊണ്ട് ഒരു വെള്ള പാട പോലെ കാണാൻ പറ്റും. ചിലർ 2 ടോൺസിൽസും നല്ലവണ്ണം വലിപ്പം വെച്ചിട്ട് കുറുനാക്കോട് ഒട്ടിച്ചേർന്നിട്ട് ശരിക്കും തൊണ്ട അടഞ്ഞ് ശ്വാസതടസ്സം വരെ വരുന്ന രീതിയിലും വരാറുണ്ട്. കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുഞ്ഞു കുട്ടികളിൽ, അതായത് ഇൻഫൻറ്റ് സ്റ്റേജിൽ ശരിക്കും ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവരിൽ എന്തെങ്കിലും രീതിയിൽ തുപ്പലിറക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വായിലൂടെ ഉമിനീര് ഒലിച്ചിറങ്ങുന്ന കാണാറുണ്ട്. ചിണുക്കവും കരച്ചിലായിട്ട് ചെറിയ പനിയോട് കൂടിയായിരിക്കും ടോൺസിലൈറ്റിസ് അവരിൽ കണ്ടുവരാറ്. മുതിർന്ന കുട്ടികളാകുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം ഇറക്കാൻ പ്രയാസം ഉണ്ടാകും. തുപ്പലിറക്കുമ്പോൾ പെയിൻ ഉണ്ടാകും. വായിൽ നിന്ന് ദുർഗന്ധം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടോൺസിലാർ ഇൻഫെക്ഷൻസ് അധികമായി കഴിഞ്ഞാൽ കഴുത്തിലുള്ള ലിംഫ് ഗ്രന്ഥികളും വീർത്തിരിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല പനിയും ക്ഷീണവും ഒക്കെ ആയിട്ട് പല ദിവസവും സ്കൂളിൽ പോകുന്നത് തടസ്സപ്പെടാറുണ്ട്. ടോൺസിലൈറ്റിസ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് വൈറൽ ടോൺസിലൈറ്റിസ്, രണ്ടാമത് ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ്. വൈറൽ ടോൺസിലൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് സാധാരണ ജലദോഷപ്പനിയുടെ കൂടെയൊക്കെ വരുന്ന ചെറിയൊരു തൊണ്ടവേദന, മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയതുകൊണ്ട് പെട്ടെന്ന് ചികിത്സിക്കാം. പിന്നെ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ്. ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ കൊണ്ടാണ് വരുന്നത്. ഒരു സ്വാബ് ടെസ്റ്റ് അല്ലെങ്കിൽ കൾച്ചർ ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ പറ്റും. കുറച്ചും കൂടി സിവിയർ സിംറ്റംസ് ആണ്. ഇത് സ്പ്രെഡിങ് കൂടുതലുള്ളതാണ്. കാരണം ഈ ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് അവിടെ നിന്ന് സൈനസിലോട്ട് സ്പ്രെഡ് ചെയ്താൽ സൈനസൈറ്റിസ് ആകും. ചിലത് ചെവിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് ചെവി വേദനയും കേൾവിക്കുറവും പൊട്ടി ഒലിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടാവാറുണ്ട്. ചില കുട്ടികളിൽ അഡിനോയിഡ്സിലോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡിനോയിഡ്സിൻ്റെ എൻലാർജ്മെൻറ്റ് കാരണം രാത്രിയിൽ ഉറക്കത്തടസ്സവും സ്ലീപ്പ് അപ്നിയ പോലുള്ള സിംറ്റംസ് ഒക്കെ ആയിട്ട് മാറാറുണ്ട്. ഇങ്ങനെയുള്ള ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ആണ് കൂടുതൽ പ്രശ്നമായത്. കാരണം അത് ബാക്ടീരിയൽ ടോൺസിലൈറ്റിസ് ആയതുകൊണ്ട് അത് ടോൺസിലാർ അബ്സസ്, അതായത് വല്ലാതെ പഴുത്ത് നിറഞ്ഞ് നല്ല വീക്കം വന്നിട്ടുള്ള രീതിയിൽ വളരെ മോശം അവസ്ഥയിൽ ടോൺസിൽസ് ആകാറുണ്ട്. പിന്നെ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരിക. റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ തന്നെ 7-8 തവണ ഓരോ തവണ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരിക, എന്നാലും സിംറ്റംസ് കുറയാതിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൊതുവായി ഡോക്ടർമാർ ഒരു സർജറി വേണ്ടി വരും എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഹോമിയോപ്പതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും.
ഈ വലിപ്പ തടസ്സം കൊണ്ട് ഭക്ഷണം വിഴുങ്ങാൻ പ്രയാസം, സംസാരിക്കാൻ പ്രയാസം, അല്ലെങ്കിൽ വായിലെ ദുർഗന്ധം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റും. പിന്നെ ടോൺസിലാർ എഫെക്ഷൻസിൻ്റെ കൂടെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ഇയർ ഇൻഫെക്ഷനോ അഡിനോയിഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് പൊതുവായി എല്ലാത്തിലും മാറ്റി അവർ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും പറ്റും. ടോൺസിൽസ് ഇൻഫെക്റ്റഡ് ആവാനുള്ള ട്രിഗർ ഫാക്ടേഴ്സ് പലരിലും വ്യത്യാസമായിരിക്കും. ചിലർക്ക് മഴ കൊണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലുമോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം, ചിലർക്ക് വെയിൽ കൊണ്ടതായിരിക്കാം, അല്ലെങ്കിൽ പൊടിയടിച്ചതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ ഈ തുടക്ക അവസ്ഥയിൽ തന്നെ ആണെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഹോമിയോപ്പതിയിലൂടെ ട്രീറ്റ് ചെയ്ത് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത് പ്രതിരോധിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു ഓറൽ ഹൈജീന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഡിസീസാണ് ടോൺസിലൈറ്റിസ്. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷ് മാറ്റി പുതിയതൊരെണ്ണം ആക്കുക. പിന്നെ രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുക, ഡെൻ്റൽ ഫ്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട്, അതായത് മൂക്കിലെയും വായിലെയും സ്രവത്തിൽ നിന്നാണ് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പടരുന്നത്. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. സ്കൂളിൽ മറ്റ് വയ്യാത്ത കുട്ടികളുടെ അവരുടെ ബോട്ടിൽ ഷെയർ ചെയ്യാനോ സ്നാക്സ് ഷെയർ ചെയ്യാനോ ആ സമയത്ത് ചെയ്യരുതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ ഈ തൊണ്ടവേന വന്നു കഴിഞ്ഞാൽ സോൾട്ട് ഗാർഗിൾ ചെയ്യാം. പിന്നെ നമ്മൾ തണുത്തത് പൊതുവായി ഉപയോഗിക്കാതെ നോക്കുക. എപ്പോഴെങ്കിലും തണുത്ത കഴിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് തുടർന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചൂടുവെള്ളം കുടിക്കുക. പിന്നെ വീട്ടിലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഹോമിയോപ്പതിയിൽ നമുക്ക് സർജറി കൂടാതെ തന്നെ ഇതിന് പരിഹാരം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ചെറിയ കുട്ടികൾ, അവർക്ക് തൊണ്ടവേന വരുമ്പോൾ നമ്മളത് നിസ്സാരമാക്കി ഇടാറില്ലല്ലോ. കാരണം അവർക്കതൊരു ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒന്നും പറ്റാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലായിരിക്കും കുട്ടികൾ. അപ്പോൾ പരമാവധി ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രാരംഭ ദശയിൽ തന്നെ ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ കാണിക്കാനും അതിന് ചികിത്സ തേടാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സർജറി പോലുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ്, അതായത് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ്. താങ്ക് യു.